CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ ശൈലജ MLA ആണ് നമ്മളുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ടീച്ചർ. നമസ്കാരം. മധ്യമേഖല റാലിയുടെ ചുമതലയിലാണ് ടീച്ചർ ഇപ്പോൾ. എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഞാൻ മധ്യമേഖല ജാതിയിലൊരു ഒരു അംഗമാണ്. ബഹുമാനായിട്ട് ജോസ് കെ മാണിയാണ് അതിൻ്റെ ലീഡർ. ഞങ്ങൾ ഈ ജാഥയിലൂടെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കുന്ന ക്ഷേമ വികസന പദ്ധതികളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുതലാളിത്ത സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്ത് നിൽക്കുന്ന കാഴ്ചപ്പാടിന് ബദലായിട്ടുള്ള ജനങ്ങളെ ആദ്യം കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബദൽ പദ്ധതികളാണ് ഞങ്ങളുടെ പ്ലാനിങ്ങിലുള്ളത്. അതാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയതും ഇനി ഭാവി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി ഞങ്ങൾ പ്രഖ്യാപിച്ചതും. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ഞങ്ങൾ ഈ ജാഥ നടത്തുമ്പോൾ ജനങ്ങളോട് ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് പറയുന്നു. നോക്കൂ, നിങ്ങളുടെ സ്കൂൾ കെട്ടിടങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു, നിങ്ങളുടെ ആശുപത്രികൾ എത്ര മാറിയിരിക്കുന്നു, നിങ്ങളുടെ റോഡുകൾ എത്ര മാറിയിരിക്കുന്നു, നാട്ടിൻപുറത്ത് തോടുകൾ, കുളങ്ങൾ അതെല്ലാം നവീകരിച്ചിരിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങൾ, മാവേലി സ്റ്റോർ, റേഷൻ കട, ഇതൊക്കെ നമുക്കുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായവും സ്വീകരിക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത്? വൻകിട വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ, വാട്ടർ മെട്രോ പോലുള്ള പദ്ധതികൾ, വ്യവസായ ഇടനാഴികൾ പോലുള്ള പദ്ധതികൾ, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ വരാൻ പോകുന്ന ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ അഭിപ്രായവും കൂടി രൂപീകരിച്ചുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. അഭിപ്രായമെല്ലാം ശേഖരിച്ച്, കാരണം എല്ലാ ദിവസവും ജാഥ തുടങ്ങുന്നതിന് മുമ്പ് സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട വ്യക്തികൾ, ജനങ്ങളുടെ പ്രതിനിധികളുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ വ്യവസായികളുണ്ട്, അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, NREG പ്രവർത്തകരുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അവരുടെ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ജാഥ കഴിഞ്ഞാൽ അത് പരിശോധിക്കും. ഞങ്ങളുടെ പുതിയ മാനിഫെസ്റ്റോവിൽ അതെല്ലാം ഉൾപ്പെടുത്തും. തുടർഭരണം ഉറപ്പാക്കുകയാണ് അപ്പോൾ ദൗത്യം. തീർച്ചയായിട്ടും തുടർഭരണം ഞങ്ങളെ ഏൽപ്പിക്കും. കാരണം ഇതെല്ലാം തുടരണമെന്ന് ആഗ്രഹിക്കാത്ത ഏതാളുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തുടരുന്നതിന് തുടർഭരണം ഞങ്ങളെ ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 10 വർഷത്തെ ഭരണം എന്ന് പറയുമ്പോൾ അത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. സാധാരണ ഒരു ആൻറ്റി ഇൻകംബൻസി പറയാറുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു വിരുദ്ധ വികാരം എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ആവശ്യകതകൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കൂടുതൽ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2000 ആക്കി വർദ്ധിപ്പിച്ചപ്പോൾ ചില വിഭാഗം ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. അവർ നമ്മളടുത്ത് വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അംഗൻവാടി വർക്കർമാർക്കോ ആശാ വർക്കർമാർക്കോ 1000 വീതം വർദ്ധിപ്പിച്ചപ്പോൾ അതുപോലെ വർദ്ധിക്കാത്ത ചില കാറ്റഗറി സ്കീം വർക്കർമാരുടെ കൂട്ടത്തിലുണ്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ആളുകളുടെ ആവശ്യകത നമ്മളോട് പറയുന്നു. ഈ ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തിയത് എന്നറിയുമ്പോൾ തന്നെ PSC റാങ്ക് ലിസ്റ്റിലുള്ള ചെറുപ്പക്കാരുണ്ട്. അവർ നിയമനം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാവശ്യമായ തസ്തിക സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് തസ്തിക സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് റവന്യൂ കമ്മി കുറക്കണമെന്ന് പറഞ്ഞ് റവന്യൂ ചെലവ് കുറക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരാനുള്ള ടാക്സ് ഷെയർ പിടിച്ചു വെക്കുകയാണ്, പദ്ധതി വിഹിതം വെട്ടിക്കുറക്കുകയാണ്. ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിനിടയിൽ നിന്നും സാധിക്കാവുന്നത്ര തസ്തികകൾ നമ്മൾ സൃഷ്ടിച്ചു, ഇനിയും സൃഷ്ടിക്കും. എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാവർക്കും ജോലി PSC മുഖേന കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ആളുകളുടെ ജീവിതം സുസ്ഥിരമാക്കാൻ പുതിയൊരു മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇതാണ് വിജ്ഞാന കേരള പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമായി, നോളജ് സൊസൈറ്റിയാക്കി മാറ്റി കേരളത്തിൻ്റെ അറിവ് കേരളത്തിൽ പ്രയോഗിക്കാനുള്ള രീതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രസംഗമല്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുഖേന വിദഗ്ധരായിട്ടുള്ള ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് ഈ പദ്ധതി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ക്വാഡുകളായി അവരെ മാറ്റി ഒരുപാട് നിക്ഷേപങ്ങൾ ആകർഷിച്ച് ആ നിക്ഷേപങ്ങളുടെ ചെറുകിടയും വൻകിടയുമായ നിക്ഷേപങ്ങളിലൂടെ വലിയ കമ്പനികളുമായിട്ട് വലിയ മീറ്റ് നടത്തി അവരുടെ കമ്പനികളിലേക്ക് താല്പര്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ അതിനാവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത, ചിലപ്പോൾ ചില ബ്രിഡ്ജ് കോഴ്സൊക്കെ വേണ്ടിവരും, ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ വേണ്ടിവരും. അതിനൊക്കെ സംവിധാനം ഉണ്ടാക്കി അങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തി ജോലിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഇതെല്ലാം പറയുമ്പോൾ, ഇതെല്ലാം ചെയ്യുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമോ? ഇല്ല എന്നാണ് അഭിപ്രായം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നില്ലല്ലോ ഫലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. എന്നാലും പരാജയം ഉണ്ടായി, അക്കാര്യം സത്യമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റും കുറഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥിതി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വേറൊരു രാഷ്ട്രീയമാണ്. അവിടെ
BJP എതിരായിട്ടുള്ളൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കോൺഗ്രസ് ആവശ്യമാണ്. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വമ്പിച്ച രീതിയിൽ കോൺഗ്രസ്സിന് സീറ്റ് കിട്ടും എന്നൊക്കെ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. ഒരുപാട് നുണപ്രചരണങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പ്ലേ ആണ് UDF നടത്തിയത്. അത് വർഗീയ ശക്തികളെ കൂടെ നിർത്തി അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ RSSനെ വിമർശിക്കുമ്പോൾ ഹിന്ദുവിനെയാണ് വിമർശിക്കുന്നതെന്ന് തോന്നിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ മുസ്ലിമിനെയാണ് വിമർശിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ പറയുന്നതും AK ബാലൻ പറയുന്നതും ഒക്കെ ജനങ്ങൾ കേൾക്കുകയല്ലേ? അവരുടെ സംസാരത്തിലെ ചില ശൈലിയും ഭാഷയും അവരുടെ നയം അതൊന്നുമല്ലല്ലോ. AK ബാലനായാലും സജി ചെറിയാനായാലും CPMൻ്റെ നയങ്ങൾ പിന്തുടരുന്നവരാണ്. അവർ സംസാരിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് കിട്ടുമോ എന്ന പരിശ്രമമല്ലേ നടത്തിയത്? എന്താണ് അവർ പറഞ്ഞത്? ബാലനും അതുപോലെ തന്നെ സജി ചെറിയാനും അതിനെ വ്യാഖ്യാനിച്ച് അത് മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ സജി ചെറിയാന് മാറ്റി പറയേണ്ടി വരുമായിരുന്നു. ഖേദം പ്രകടിപ്പിച്ചു. കാരണം ഭേദം പ്രകടിപ്പിച്ചത് താനായ ആശയക്കാരനാണ്, ആശയം ഉപേക്ഷിക്കുന്നു എന്നല്ല. താനായ ആശയക്കാരനല്ല, പക്ഷെ താൻ പറയുന്നതിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ആശയം അത് തന്നെയാണ്, ആ ആശയമല്ല. പക്ഷേ വീഴ്ച തന്നെയല്ലേ? അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതെല്ലാവർക്കും പറ്റും. ചിലപ്പോൾ നമ്മൾ പറയുന്നതിനെ തെറ്റി. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് ഒരു ചാനലുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നേർക്കുനേർ തുറന്ന് പറയാം, റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറുമായിട്ടൊരു ഇൻ്റർവ്യൂ. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മതന്യൂനപക്ഷത്തിനെതിരായിട്ട് വലിയ ആക്രമണം നടക്കുകയാണ് ഇന്ത്യയിലാകെ, എന്നാൽ കേരളത്തിലതില്ല. ഇത് ഭൂരിപക്ഷ വർഗീയവാദികൾ, ഭൂരിപക്ഷ മതസ്ഥരല്ല, അതിനകത്തെ വർഗീയവാദികൾ അവർ പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്നാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളിൽ വളരെ ചെറിയ ശതമാനം വർഗീയവാദികൾ ഉണ്ടായിരിക്കാം, എന്നാൽ എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കളഞ്ഞിട്ട് എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതല്ലേ പ്രചരണം? അങ്ങനെയുള്ള ചില പ്രചരണം ചിലപ്പോൾ നടക്കുമ്പോൾ അത് മനസ്സിലാക്കി അങ്ങനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു നയമുണ്ട്. അത് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. ഭൂരിപക്ഷം മതസ്ഥരുടെ മതത്തിൻ്റെ ഗവൺമെൻറ് അല്ല, പക്ഷേ ഗവൺമെൻറ്റിൽ മിക്കവാറും വരാൻ സാധ്യതയുള്ളത് ഭൂരിപക്ഷം മതവിഭാഗത്തിലെ കൂടുതൽ പേർ ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ആരധികാരത്തിലിരുന്നാലും മതന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ, ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ അവിടുത്തെ ഹിന്ദുവാണ് മതന്യൂനപക്ഷം, അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ന്യൂനപക്ഷമാണ്. അവർ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇന്ത്യയിൽ. അവരെ സംരക്ഷിക്കാൻ ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണകൂടം തന്നെ മതന്യൂനപക്ഷത്തിനെതിരായിട്ട് പെരുമാറുമ്പോഴാണ് വർഗീയതക്ക് കീഴ്പ്പെടുന്നു ഭരണകൂടമെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷ മതസ്ഥർക്ക് ഭരണകൂടത്തെ സ്വാധീനിക്കാൻ വിധം വരാൻ കഴിഞ്ഞിട്ടില്ല. RSS എങ്ങനെ BJP ഭരണത്തെ സ്വാധീനിക്കുന്നുവോ അതുപോലെ ഒരു ഭരണത്തെ സ്വാധീനിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കോ മറ്റേതെങ്കിലും ന്യൂനപക്ഷ വർഗീയ സംഘടനക്കോ കഴിയുന്നില്ല. പക്ഷേ അതുകൊണ്ട് ആ വർഗീയത ഒരിക്കലും ചെറുതാവുന്നില്ല. ഒരു വർഗീയത മറ്റൊരു വർഗീയതക്ക് വളക്കൂട്ടാണ്. പക്ഷേ AK ബാലൻ പറഞ്ഞത് അതല്ല. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ആ വാചകം പറഞ്ഞത് ശരിയല്ല. പക്ഷേ കാര്യം എന്താ, ഒരിക്കലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗിനെ ഈ വർഗീയവാദികളുടെ പിന്നാലെ കൊണ്ടുപോകാൻ ചില നേതാക്കന്മാർ ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നതിനെതിരുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു, അവരുടെ നേതാക്കളും അതുപോലെ അവരുടെ അണികളും. എന്നാൽ ചില നേതാക്കന്മാർ അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഇവരുടെ പിന്നാലെ പോകാൻ, ഇപ്പോൾ ഷാജിയൊക്കെ പറഞ്ഞിട്ടുള്ള മതമാണ് പ്രശ്നം. ലീഗ് പരസ്യമായിട്ട് അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല നേരത്തെ. അങ്ങനെ പറയാൻ ഷാജിയെ പ്രേരിപ്പിക്കുന്നത് ഈ മത തീവ്രവാദികളുമായിട്ടുള്ള ചങ്ങാത്തമാണെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അതിനെതിരെ മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സാമുദായിക വിഭാഗത്തിലെ നിരവധി വിഭാഗങ്ങളുണ്ട്. സാമുദായിക വിഭാഗം അവരെല്ലാം വർഗീയവാദികളല്ല, സുന്നിയുണ്ട്, അതുപോലെ മറ്റ് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മതസാമുദായിക സംഘടനയാണെന്നുള്ളത് കൊണ്ട് അവർ വർഗീയവാദികളല്ല. ഇസ്ലാമിലൂടെ മാത്രമാണ് മോചനം എന്ന് പറഞ്ഞ് മറ്റു മതസ്ഥരെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പറയുമ്പോൾ, ഇസ്ലാമികവൽക്കരണത്തിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈന്ദവവൽക്കരണത്തിന് ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് വർഗീയവാദം ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമുമായിട്ടുള്ള ജനങ്ങൾ മഹാഭൂരിപക്ഷവും വർഗീയവാദികളല്ല. എന്തുകൊണ്ട് വർഗീയവാദി ആയിക്കൂടാ?
വർഗീയവാദം എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതപരമായിട്ട് സംഘടിച്ചാൽ ഒരു ചെറിയ തീപ്പൊരി മതി വലിയ ലഹളകൾ ഉണ്ടാകാൻ. കൊന്നും കൊലവിളിച്ചും ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം അമർച്ച ചെയ്യാൻ അതിന് ജനാധിപത്യ ബോധമൊന്നുമില്ല മതവർഗീയവാദത്തിൽ. അപ്പോൾ അതിന് കീഴ്പ്പെടാത്ത ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിനകത്ത് ഇപ്പോഴും ഉണ്ട്. അവർ മനസ്സിലാക്കണം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി വർഗീയവാദികളുടെ സിദ്ധാന്തങ്ങളുടെ കൂടെ ലീഗിനെ കൂട്ടിക്കെട്ടുന്നു, ലീഗിലെ ആളുകളെ കൂടി, എന്നിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ലക്ഷ്യം. ആണോ? ഇവിടെ ഇടതുപക്ഷം നിലനിന്നാലല്ലേ മതേതരത്വം നിലനിൽക്കൂ. കോൺഗ്രസിന് ഇന്ത്യയിലെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ രീതിയിൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നുണ്ടോ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ? തീർച്ചയായിട്ടും അവർ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചില തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇവരുടെ എല്ലാം കൂടെ നിന്ന് വഴിമാറിപ്പോകുന്ന കുറച്ച് പേരുണ്ടാകാം. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മതന്യൂനപക്ഷം ആകെ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ചിലയിടത്ത് ഈ ലീഗ് BJP കോൺഗ്രസ് സഖ്യം ഉണ്ടായിരുന്നു. ലീഗിനകത്തുപെട്ട ചിലർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കോർപ്പറേഷനിൽ 41ഓളം സീറ്റുകളിൽ BJP ജയിച്ചെടുത്ത് UDF മൂന്നാമതാണ്. അപ്പോൾ ആ UDFലെ വോട്ട് പോയിട്ടുള്ളത് ഇടതുപക്ഷത്തിനല്ലല്ലോ, ആ വോട്ട് പോയിട്ടുള്ളത് BJPക്കാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി BJPയെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അണികളെയും അങ്ങനെ സ്വാധീനിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താ? BJP വരുന്നതിനേക്കാൾ ഗുണകരമല്ല ഇടതുപക്ഷം വരുന്നത്. ഇടതുപക്ഷമല്ല ഇവിടെ മതേതരത്വം സംരക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇപ്പം ചിന്തിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്തത് ശരിയാവില്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കാലവും ഒരേ തന്ത്രം പയറ്റാൻ സാധിക്കില്ല. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതുപക്ഷത്തെ ആ നിലയിൽ വിശ്വസിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷം ആ രീതിയിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നതിൻ്റെ കൂടി ഫലമാണ് ഈ തുടർഭരണം എന്നത് നമുക്ക് കാണാമല്ലോ. പക്ഷേ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ അവർ പറയുന്ന കാര്യങ്ങൾ അതിന് പിന്തുണയർപ്പിച്ച് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ആ വിശ്വാസത്തിൽ കുറവ് വരുത്തിയിട്ടില്ലേ? അങ്ങനെ കുറവ് വരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രചരണം നടത്താൻ വലിയ മാധ്യമങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ വലിയ മാധ്യമങ്ങൾ അതെല്ലാം തന്നെ ഈ കോർപ്പറേറ്റ് അജണ്ടയുടെ പുറകെ കൂടിയിരിക്കുക. ഞങ്ങൾക്ക് പണം കൊടുത്തോ മറ്റോ പരസ്യം കൊടുത്തോ മറ്റോ ഒരു മാധ്യമത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതെല്ലാം ഈ UDFും BJPയും നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ വിരുദ്ധമായിട്ടാണ് മാധ്യമങ്ങൾ പെരുമാറുന്നത്. ചെറിയ ചില നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ആ മാധ്യമങ്ങളുടെ പ്രചരണം കുറേ പേരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് എപ്പോഴും വിജയിക്കില്ല. ഞങ്ങൾ ജനങ്ങളെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലാണോ? ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നു, ഞാനത് പറയാനാ പോകുന്നത്, അതിലേക്കാണ് വരുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ വാചകമൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾ എന്താ കാണുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങളെ ആകെ ആര് കുറ്റപ്പെടുത്തിയാലും ആ കുറ്റപ്പെടുത്തുന്നവരെ ഞങ്ങൾ എതിർക്കും. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ കേരളത്തിലെ നല്ല ബോധമുള്ള പൗരന്മാരാണ്. എന്നാൽ മുസ്ലിം ലീഗിനകത്ത് UDFുമായും BJPയുമായും ഒക്കെ ചങ്ങാത്ത സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും ഭരണാധികാരത്തിലേക്ക് എത്തുക എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അത് ആത്യന്തികമായി ആ സമുദായത്തിന് മാത്രമല്ല കേരളത്തിനും ദോഷം ചെയ്യും. വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കാനൊന്നും ഞങ്ങൾ പോയില്ല. എവിടെയാണ് വെള്ളാപ്പള്ളി ഞങ്ങൾ ന്യായീകരിച്ചത്? വെള്ളാപ്പള്ളി പറയുന്ന അത്തരം വാദങ്ങളെ ന്യായീകരിക്കാറില്ല. വെള്ളാപ്പള്ളി ഒരു ഘട്ടത്തിൽ NSSും മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ലേ? മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ടില്ല വെള്ളാപ്പള്ളിയെ. വരുത്തിയത് മുഖ്യമന്ത്രിയല്ലേ? അല്ലല്ല, അതാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി എന്ന് പറഞ്ഞ് എന്തൊരു വർത്തമാനം ഉണ്ടാക്കിയത്. അത് ഈ ലീഗുകാരും അതുപോലെ തന്നെ UDFുകാരും വീടുകളിൽ ചെന്ന് സ്ത്രീകളോട് വെള്ളാപ്പള്ളിയെ പിണറായി കാറിൽ കയറ്റി എന്ന് പറഞ്ഞു. എന്താ വസ്തുത? അതങ്ങനെ പറയേണ്ട ഒരു വിഷയമാണോ? ഞാൻ പറയട്ടെ, അതായത് ഈ അയ്യപ്പ സംഗമം വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാലോ, എല്ലാ വണ്ടിയും അവിടത്തേക്ക് കയറിയാൽ അവിടെ ജാമായി പോകും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ അടക്കം വണ്ടി താഴെ വെച്ച്, എന്നാൽ CMന്റെ വണ്ടി അങ്ങോട്ട് കടത്തി വിട്ടിരുന്നു. അങ്ങനെ പോകുമ്പോൾ വെള്ളാപ്പള്ളി വണ്ടി നിർത്തിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ, വെള്ളാപ്പള്ളി നല്ല തടിയൊക്കെയുള്ള മനുഷ്യനാണ്, നടന്നിട്ടാണ് പോകുന്നത്. അത് കണ്ടപ്പോൾ എന്നാൽ ഇതിൽ കയറുന്നു ചോദിച്ചു, അത് കയറി ഇരുത്തി. അതിലപ്പുറം എന്താ ഉണ്ടായിട്ടുള്ളത്? വെള്ളാപ്പള്ളിയെ നേരത്തെ തന്നെ കൊണ്ടുപോയതല്ല. ഞാൻ പറയട്ടെ, അത് വെള്ളാപ്പള്ളിയല്ല, ആ സ്ഥാനത്ത് വേറൊരു മനുഷ്യനായിരുന്നെങ്കിലും അത് തന്നെയാണ് സമയം. അപ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൻ്റെ അർത്ഥം വെള്ളാപ്പള്ളി പറയുന്നതിനെ എല്ലാം ന്യായീകരിക്കുക എന്നുള്ളതല്ല. എന്നാൽ
വെള്ളാപ്പള്ളി ഒരു സാമുദായിക സംഘടനയുടെ ആളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വർഗീയവാദപരമാണെന്ന് പറയാൻ നമുക്കിപ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഓരോ സംഘടനയെയും ഞങ്ങൾ വിലയിരുത്തുന്ന രീതിയുണ്ട്. അതനുസരിച്ച് തന്നെയായിരിക്കും. മതവർഗീയത പ്രചരിപ്പിക്കുന്നവരെയാണ് വർഗീയവാദികളെന്ന് പറയുക. ആ ഗണത്തിൽ വെള്ളാപ്പള്ളിയെ കൂട്ടേണ്ട കാര്യമില്ല. എന്നാൽ വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായിട്ട് പറഞ്ഞാൽ ന്യായീകരിക്കുകയില്ല. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നിങ്ങളുടെ ഈ കേവലമായിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് പ്രശ്നം. കേട്ടില്ലേ? ഒരു വെള്ളാപ്പള്ളിയെ പിടിച്ചിട്ട് ആ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുന്നത്? നിങ്ങൾ പറയണം, യെസ് ഓർ നോ പറയണം. അങ്ങനെ പറയാൻ പറ്റുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ നല്ല എല്ലാ കാര്യത്തെയും അംഗീകരിക്കും. വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷത്തിൻ്റെ ആശയത്തിനെതിരായിട്ട് പറഞ്ഞാൽ അതിനെ എതിർക്കും. ഇത് പറയാനൊരു അവസരം തരണ്ടേ? അതിന് പകരം ഇന്ന കാര്യം യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടതാണല്ലോ ടീച്ചർ. പിന്നീട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേൾക്കുകയാണല്ലോ. അത് വർഗീയതയല്ലേ? ഏതാ? മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതല്ലേ മലപ്പുറത്ത് മറ്റാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന്? അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ. ലീഗുകാരെ കുറിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ലീഗുകാരെ കുറിച്ച് പറഞ്ഞാൽ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിമിനെ കുറിച്ചും പറഞ്ഞു എന്നാ? അതങ്ങനെ പറയല്. മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ കുറിച്ച് പറഞ്ഞു എന്നാ? ആ ജില്ലയിൽ മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ ഉള്ളത്. എനിക്ക് വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പറഞ്ഞ വാചകത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് ഒരു സമുദായത്തിനെതിരാണെന്ന് വരുത്തി തീർക്കുന്നത് സ്വദേശത്തോടു കൂടിയാണ്. വെള്ളാപ്പള്ളി തന്നെ തിരുത്തി പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളി തന്നെ തിരുത്തി പറഞ്ഞാൽ അതെങ്കിലും മനസ്സിലാക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മതത്തെക്കുറിച്ച് മതത്തിലുള്ളവരെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ പോക്ക് ശരിയല്ല. ലീഗ് മുസ്ലിം ജനവിഭാഗത്തെ വഞ്ചിക്കുകയാണ്. കാരണം മുസ്ലിം ജനവിഭാഗം ആഗ്രഹിക്കാത്ത വർഗീയതയുമായി അതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അതിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ട് വർഗീയതയുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ മതവിഭാഗത്തിൽ അഭ്യസ്തവിദ്യരായ നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണുള്ളത്. അവരെല്ലാവരും ലീഗ് പറയുന്നത് അവതേപടി വിഴുങ്ങുന്നവരല്ല. ലീഗ് വർഗീയതയുമായി സഹകരിച്ചാൽ നിങ്ങൾ വെച്ചിട്ട് പോ, ഞങ്ങൾ വർഗീയതയുമായി സഹകരിക്കാനില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു, ഞാൻ ലീഗിനെയാണ് വിമർശിച്ചത്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ലീഗിനെയാണ് വിമർശിച്ചത്. ഞങ്ങൾ പിന്നെ പറയണം ലീഗിനെ അല്ല എന്ന് പറയാൻ ഞങ്ങളാരാണ്? അപ്പോൾ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ, വെള്ളാപ്പള്ളിയല്ല ആരായാലും ശരിയായ കാര്യം പറഞ്ഞാൽ CPM അംഗീകരിക്കും, ശരിയല്ലാത്ത കാര്യം പറഞ്ഞാൽ CPM തള്ളിപ്പറയും. വെള്ളാപ്പള്ളി വിഷയത്തിൽ അപ്പോൾ പാർട്ടിക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. എന്തിനാ പാർട്ടിക്ക് വീഴ്ച സംഭവിക്കുന്നത്? വെള്ളാപ്പള്ളി ഞങ്ങളുടെ സഖ്യകക്ഷിയല്ല അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം ഇല്ലല്ലോ. അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കും. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനാ ഞങ്ങൾ വെള്ളാപ്പള്ളി ദിവസവും പറയുന്നത് നോക്കി അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യലല്ലോ ഞങ്ങളുടെ ജോലി. പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ആ വ്യക്തമാക്കിയതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഇനി അതല്ല, അദ്ദേഹം പറയുന്നു ഞാൻ മുസ്ലിങ്ങളെ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറയും വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന്. ഇവിടെ ശരിയല്ല എന്ന് പറയാൻ ഒരു അവസരമില്ല. കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കി ലീഗിനെയാണ് പറഞ്ഞതെന്ന്. പിന്നെന്തിനാ വെള്ളാപ്പള്ളി പറഞ്ഞത് യെസ് ഓർ നോ പറയിപ്പിക്കുന്നത്? പക്ഷേ ഇതൊന്നും CPIക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ ടീച്ചർ. CPIക്ക് ബോധ്യപ്പെടാതൊന്നുമില്ല. ആരാ പറഞ്ഞത്? ബിനോയ് വിശ്വമാണ് പറഞ്ഞത്. ഞാനാണ് വെള്ളാപ്പള്ളിയെ കാറിക്കേറ്റില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായമല്ലേ അത്. CPI എന്ന് പറയുന്ന പാർട്ടിയല്ലല്ലോ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം കയറ്റില്ലായിരിക്കാം. അതേസമയത്ത് നടന്നു പോകുന്ന ബിനോയ് വിശ്വം പറഞ്ഞതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ തീരുമാനിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അതേസമയത്ത് വഴിയെ നടന്നു പോകുമ്പം നടക്കാൻ വയ്യാതെ അല്ലെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ട് പോകുമ്പോൾ ഒരാളെ കയറ്റാമെന്നാണ് പിണറായി വിജയൻ വിചാരിച്ചതെങ്കിൽ അതും ശരിയാണ്. അവർ പേര് പറഞ്ഞത് ശരിയാണ്. അതിലെന്താ വലിയ തർക്ക വിഷയമുള്ളത്? CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിന് ശ്രമിക്കുന്നു എന്ന ഒരു ധാരണയാണ് പൊതുവിൽ ഉള്ളത്. അപ്പോൾ അത് മാറ്റാനുള്ള തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ജാഥ അംഗങ്ങൾ, ക്യാപ്റ്റൻ എല്ലാവരും നടത്തുമില്ലേ? ഇടതുപക്ഷം കരുതി കൂട്ടി ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിന് ശ്രമിക്കലല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഭൂരിപക്ഷ മതസ്ഥരും ന്യൂനപക്ഷ മതസ്ഥരും ഒക്കെ ആയിട്ടുള്ളവർ കേരളത്തിലെ പൗരന്മാരാണ്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലേ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്ന്. കേട്ടോ? അതൊരു ഒരു ഒരു സിംബോളിക്കായിട്ടുള്ള മുദ്രാവാക്യമാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. അവർ ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ പ്രാർത്ഥിക്കട്ടെ. അവരുടെ ആരാധനാലയങ്ങൾ നിലനിൽക്കണം. ഒരാൾ മറ്റൊരാളുടെ ആരാധനാലയങ്ങൾ അടിച്ചുടക്കാൻ പോകരുത്, അസ്വസ്ഥത ഉണ്ടാക്കരുത്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം എന്താ?
ഈ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും എല്ലാം ശേഷം ഒരു സമയമുണ്ട്. അത് ഈ നാട്ടിൽ പാലങ്ങൾ ഉണ്ടാക്കാൻ, റോഡുകൾ ഉണ്ടാക്കാൻ, അല്ലേ, കുടിവെള്ളം സംഭരിക്കാൻ, അത് വിതരണം ചെയ്യാൻ, റേഷൻ കടയിൽ അരി എത്തിക്കാൻ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ, കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ, കേരളത്തിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, അവർക്ക് കുറച്ചെങ്കിലും സഹായം കൊടുക്കുമെന്ന് പരിശോധിക്കാൻ ഈ പറയുന്ന ഭരണ പ്രക്രിയയിൽ എല്ലാവരും ഒരുമിച്ച് ഇടപെടണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ ആളുകളെ സ്വാധീനിക്കാനല്ല, എല്ലാ മതവിഭാഗത്തിലും പെട്ട കേരളീയരെ ഞങ്ങൾ പറയുന്ന പ്രവർത്തനങ്ങളുടെ കൂടെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ടീച്ചറെ, ഈ വലിയ ലക്ഷ്യങ്ങളുമായിട്ടാണ് പോകുന്നത് എങ്കിൽ പോലും ഈ 110 സീറ്റ് എന്നതൊരു വലിയ ആഗ്രഹമല്ലേ? അതിൽ വലിയ അതിശയോക്തിയില്ല. കാരണം 2019 അന്നത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ഇടതുപക്ഷത്തെ ഇതിനോട് കുഴിച്ച് മൂടിക്കളയാമെന്ന്. പക്ഷെ എന്താ സംഭവിച്ചത്? 99 സീറ്റ് നേടിയിട്ട് ഞങ്ങൾ വന്നില്ലേ? അന്ന് 99 സീറ്റ് നേടാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തവണ 110 സീറ്റിലേക്ക് പോയിക്കൂടാ? അതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ എല്ലാ നിയോജക മണ്ഡലത്തിലും പരിശോധിച്ചാൽ 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വന്നിട്ടുള്ളത്. എല്ലാ നിയോജക മണ്ഡലത്തിലും. അവിടുത്തെ PWD റോഡുകൾ നല്ല മനോഹരമായി മെക്കാഡം ചെയ്യാത്തൊരിടമില്ല എന്ന് പറയുന്നത് അപൂർവം കുറച്ച് ബാക്കിയുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൂടി ചെയ്യണമെങ്കിൽ ആര് വരണം? 2016 മുമ്പുള്ള കേരളം എല്ലാവർക്കും അറിയാലോ. ആ കേരളമാണോ ഈ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള കേരളം? എന്തോ ഒരു പ്രകടമായ മാറ്റമാണ്. ആശുപത്രികൾ എത്ര മനോഹരമായിരിക്കുന്നു, സ്കൂളുകൾ എത്ര സുന്ദരമായി മാറിയിരിക്കുന്നു, എന്തെല്ലാം പുതിയ പദ്ധതികൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഓരോ വിഭാഗം ആളുകൾക്കും വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. ബജറ്റിൽ എന്തൊരു നല്ല സപ്പോർട്ടാണ് അവർക്കെല്ലാം കിട്ടിയത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് മുഴുവനായിട്ടില്ല, പക്ഷേ ഒരു കൊച്ചു സംസ്ഥാനത്തിന് സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റം 90,000-ലേറെ 93,000 കോടി രൂപ കേരളത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കിഫ്ബി നീക്കി വെച്ചിരിക്കുന്നു. 35,000 കോടി രൂപയുടെ വർക്ക് പൂർത്തിയായിരിക്കുന്നു. എല്ലാ നിയോജക മണ്ഡലത്തിലും കിൻഫ്രയുടെ പാർക്കുകൾ, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിട്ട് ബഹുമാനായിട്ട് മിനിസ്റ്റർ രാജീവ് ഇല്ല, അദ്ദേഹം പറഞ്ഞില്ല എത്ര കോടികളുടെ നിക്ഷേപ കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടം വിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരിൽ പലരും, നല്ല അഭ്യസ്തര വിദ്യരായ ആളുകൾ കേരളത്തിൽ തിരിച്ചു വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങുന്നു. മുഴുവൻ ആളും വന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനുള്ളൊരു തുടക്കം കുറിച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തെ എല്ലാ അർത്ഥത്തിലും രക്ഷിക്കാൻ താഴെ തട്ടിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വിഴിഞ്ഞം പോലുള്ള വൻകിട പദ്ധതികൾ, അതുപോലെ വാട്ടർ മെട്രോ പോലുള്ള പദ്ധതികൾ, വിമാനത്താവളം പോലുള്ള പദ്ധതികൾ, പുനരധിവാസം വയനാട്ടിലത് വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എവിടെയെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായി, എവിടെയെല്ലാം ഉരുൾപൊട്ടലുണ്ടായി, ഒഴുകിപ്പോയവരെവിടെ, ഒഴുകിപ്പോയ ഭൂമി എവിടെ? ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് പോലെ മനോഹരമായിട്ടൊരു പുനരധിവാസം ഏത് ഗവൺമെൻറ്റാണ് നടത്തുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ്. അതിനുള്ള പദ്ധതി ഉണ്ടാക്കി ജനങ്ങളെ കൂടെ നിർത്തി ഞങ്ങൾ ആ വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, എല്ലാ മണ്ഡലത്തിലും കാണുന്നുണ്ട്. അത് മതി ഞങ്ങളുടെ പ്രചരണത്തിന്. അത് ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്താൽ വീണ്ടും ഇതുപോലുള്ള അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണല്ലേ? അതിനെന്താ ഒരു സംശയം? കഴിഞ്ഞ 2 ടേമിലുള്ള ഭരണം എത്ര ഭംഗിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്തെല്ലാം പുതിയ പദ്ധതികൾ കേരളത്തെക്കുറിച്ചുള്ള. മുഖ്യമന്ത്രി ഒറ്റക്കല്ല, മന്ത്രിസഭയാകെയുണ്ട്, LDF ആകെയുണ്ട്. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഭാവനയും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും പ്രധാനമായിരുന്നില്ലേ? അതിനെന്താ സംശയമുള്ളത്? അപ്പോൾ അത്ര ഭംഗിയായി നയിക്കുകയും വർത്തമാന കേരളം മാത്രമല്ല ഭാവി കേരളത്തെ കണ്ടുകൊണ്ട്, അതാണ് ഫ്യൂച്ചർ, അതാണ് ഈ വിജ്ഞാന കേരളം, എങ്ങനെ നമ്മുടെ കേരളത്തെ സുസ്ഥിരമാക്കാം എന്ന് കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് അതിനെ കൃത്യമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലാതെ ആരാ നയിക്കേണ്ടത്? ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇത്തവണ? ഞങ്ങൾ ഒരിക്കലും നേരത്തെ പറയാറില്ല അങ്ങനെ, അതൊരു ശീലമേ അല്ല. അതുകൊണ്ട് ഇന്നയാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇന്നയാൾ മന്ത്രി സ്ഥാനാർത്ഥി, ഇന്നയാൾ MLA, ഇതൊന്നും പറഞ്ഞിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും MLA സ്ഥാനത്ത് മത്സരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ആരാണ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ അന്നാണ് നിശ്ചയിക്കുക. ടീച്ചർ ഇത്തവണ സഭ തുടങ്ങിയതിൻ്റെ 2-ാം ദിവസം സഭയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഭരണപക്ഷം ആദ്യം മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് ടീച്ചറാണ്. അത് വരാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ സൂചനയാണ് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു.
എന്തിൻ്റെ സൂചനയാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. സൂചനയാണെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? വളരെ ശക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മൂന്നാമതും വരണം. നിയമസഭയിൽ സാധാരണ എന്താ സംഭവിക്കുക? പ്രതിപക്ഷം അവിടെ വലിയ ബഹളം വെച്ച് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അസംബ്ലിയിൽ സഹകരിക്കാതെ, ചർച്ച ചെയ്യാതെ, അടിയന്തര പ്രമേയം പോലും കൊടുക്കാതെ അല്ലേ ഇറങ്ങി വരുന്ന. അടിയന്തര പ്രമേയത്തിന് അനുമതി 18 അടിയന്തര പ്രമേയത്തിനാണ് ഈ ഗവൺമെൻറ് അനുമതി കൊടുത്തത്. അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയെ ഞങ്ങൾ ഭയക്കുന്നില്ല. ഏത് വിഷയമായാലും ഞങ്ങൾക്കതിലൊരു സേ ഉണ്ട്, ഞങ്ങൾക്കതിലൊരു അഭിപ്രായമുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങളോട് എല്ലാവരും കാണുന്നുണ്ടല്ലോ ഈ ചർച്ച. അവരോട് പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്താണ് ശരി. സാധാരണ പ്രതിപക്ഷ അടിയന്തര പ്രമേയം കൊടുക്കും, ചിലപ്പോൾ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ബഹളം വെക്കും, ഇറങ്ങി വരുമൊക്കെ ചെയ്യും. അതൊക്കെ സാധാരണമാണ്. പക്ഷെ അടിയന്തര പ്രമേയം പോലും കൊടുക്കാതെ, നിയമസഭാ നടപടികൾ തുടങ്ങാൻ അനുവദിക്കാതെ ഇങ്ങനെ പ്രാകൃതമായിട്ട് ബഹളം വെക്കുന്ന നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പ്രകടനമായിട്ട് വന്നു. അത് എന്തെങ്കിലും നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് വന്നതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനവിടെ എത്തിയതും ആദ്യം പ്രകടനം വരുന്ന സമയത്തില്ലേ, ഞാനവിടെ ബാലഗോപാൽ മനുഷ്യനോട് ഒരു കാര്യം സംസാരിച്ച് നിന്ന് പ്രകടനം ഇങ്ങ് പോന്നു. അതിനുശേഷം ഞാനും വന്നു അതിൽ ചേരാൻ. അങ്ങനെ വന്നു ചേർന്നു. അപ്പോൾ LDFിൻ്റെ നേതാക്കളെല്ലാം സംസാരിച്ചു. ആ കൂട്ടത്തിൽ നിയമസഭയിൽ CPMൻ്റെ ചീഫ് വിപ്പാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ ഞാനും പാർട്ടിയുടെ ചീഫ് വിപ്പ് എന്നുള്ള നിലയിൽ ഞാനും അവിടെ വന്ന് അവരോട് സംസാരിച്ചു. ഇതിനെ എന്തൊരു പുകല, അതിൻ്റെ ആവശ്യം എന്താ? KK ശൈലജയെ മുൻനിർത്തിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി KK ശൈലജയെ ഉയർത്തിക്കാട്ടുന്നതിൻ്റെ സൂചനയായി അതിനെ കാണുന്നവരോട് എന്തോ ഒരു ശരിയല്ലാത്ത വാദഗതിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാളെ അങ്ങനെ മുൻനിർത്തി ഒരു സർജിക്കൽ സ്ട്രൈക്കൊന്നും നടത്തേണ്ട കാര്യം LDFിനില്ല. ഞങ്ങളെല്ലാവരും തുല്യരാണ് LDFിൽ. ആ LDF ജനങ്ങളെ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾ മുൻനിർത്തിയാണ്, പോളിസി മുൻനിർത്തിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തി ഈ വ്യക്തി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആളാണ്, ഇയാളുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം അങ്ങനെ ജനങ്ങളും വിശ്വസിക്കില്ല, ഞങ്ങളും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഒന്നാണ്. LDF കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതും CPM ഞങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് രൂപീകരിച്ചെടുത്തതുമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് LDFിൻ്റെ നേതാക്കളും CPMൻ്റെ നേതാക്കളും. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും വിളിച്ചു പറയാനൊന്നും പറ്റില്ല. UDFകാരെ പോലെ മാധ്യമങ്ങളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞേക്കാമെന്നൊന്നും ശൈലജ ടീച്ചർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. ഇതിനകത്ത് ഞങ്ങൾ കൂട്ടായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. സാധാരണ MP ഗോവിന്ദനോ മന്ത്രിമാരോ ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. അത് ടീച്ചറെ നിയോഗിച്ച് ടീച്ചർ സംസാരിക്കുകയാണ് പറഞ്ഞത്. സാധാരണ അവർ മാത്രം, ഞങ്ങൾ MLA എല്ലാവരും സംസാരിക്കാറുണ്ട്. MLA നിങ്ങൾ മാധ്യമങ്ങൾ എപ്പോൾ ചോദിക്കുന്നുവോ അപ്പോൾ LDFിൻ്റെ എല്ലാ MLA സംസാരിക്കാറുണ്ട്. നിങ്ങൾ ചോദിക്കാറില്ല. പലപ്പോഴും നിങ്ങൾ തെരഞ്ഞു പിടിച്ച് UDFകാരെ പലരെയും കണ്ട് ചോദിച്ച് അതിങ്ങനെ വാർത്തയാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ യുവ MLA എത്ര നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. അവരോടെല്ലാം ചോദിച്ചാൽ അവർ പറയും. ഞങ്ങളുടെ LDF നേതാക്കന്മാർ എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയുന്നവരാണ്. അവരോട് ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും പറയും. ഇതൊരു നിമിത്തം ഉണ്ടായി. കാരണം പ്രകടനമായിട്ട് വന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഞാനാണോ ആദ്യം സംസാരിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളല്ലേ. അതിൻ്റെ കൂടെ ഞാനും സംസാരിച്ചു. അത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. വനിതാ മുഖ്യമന്ത്രി സാധ്യത എങ്ങനെ കാണുന്നു ടീച്ചർ? ഇത് കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഒരു പ്രസക്തിയില്ലാത്തൊരു ചോദ്യമാണ്. കേട്ടില്ലേ? ഞങ്ങളാരും ആ ചോദ്യത്തിലൊന്നും അല്ല ഇപ്പോഴുള്ളത്. ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്ത്രീകളെ എല്ലാ മേഖലയിലും വളർത്തിയെടുക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ വളരെ ശക്തമായി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇപ്പോൾ നിലവിലുണ്ട്. ഇനി എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തീരുമാനിക്കുന്നത് LDF ആണ്. ആ LDF ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും. ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇപ്പോഴില്ല. നമുക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല. 2 തവണ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇത് ഒരു സാധ്യതയുമില്ലാത്ത ചോദ്യം എന്ന് ടീച്ചർ പറയുന്നു. ടീച്ചറിനെ പോലെ സാധ്യതയില്ലെന്ന് പറഞ്ഞത് ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് വാചകങ്ങൾ പിടിച്ച് വ്യാഖ്യാനിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ. രേണുക കേട്ടില്ലേ? അപ്പോൾ അങ്ങനെയല്ല തർക്കിക്കേണ്ടത്. മുൻപ് അവസരം ഉണ്ടായിരുന്നു എന്നിട്ട് തഴഞ്ഞു എന്നൊക്കെ പറയുന്നതിനും ഒരു തെളിവും നിങ്ങളെടുത്തില്ലല്ലോ. നിങ്ങൾ ഊഹിക്കുകയാണ് എന്താണ് ചർച്ച നടന്നത്, അതിൽ ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം, ഇതൊന്നും നിങ്ങളെടുത്തില്ല. ഞാൻ പറയട്ടെ, ഇല്ല. ഇത് വളരെ പ്രധാനമാണ്. എന്താണ്? ഒരു രാജ്യത്തെ നയിക്കുന്നത്, ഒരു സംസ്ഥാനത്തെ നയിക്കുന്നത് പോളിസിയാണ്.
ഞങ്ങൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്ത്രീകൾ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എന്നാൽ അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും കൂടി സപ്പോർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചവരാണോ ഞങ്ങൾ? അല്ലല്ലോ. അതുകൊണ്ട് പോളിസിക്കാണ് പ്രധാനം. ഇപ്പോൾ ഈ ചോദ്യം തികച്ചും അസംബന്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ ശൈലജയെ ഉയർത്തിക്കാട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട്, പാർട്ടിയിലുമുണ്ട് പുറത്തുമുണ്ട്. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ കയറി നോക്കിയോ? നിങ്ങൾ പുറത്തിരിഞ്ഞ് മെനയുന്ന കാര്യമല്ലേ. പാർട്ടിക്കകത്ത് അങ്ങനെയുണ്ടെന്നാണ് പറയണമെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് അകത്ത് കയറി ചർച്ച പങ്കെടുക്കണ്ടേ? പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് ബ്രാഞ്ചിൽ ചർച്ച നടത്തുന്നവരാണോ നിങ്ങൾ? അല്ലല്ലോ. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് ഇപ്പം ഒരു നെറേറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ ഉൽപ്പാദിപ്പിക്കലോ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കലോ ആണ്. അതിനൊന്നും LDFൻ്റെ അണികളും സന്നദ്ധരാവില്ല, ഞങ്ങളുടെ പാർട്ടിയും സന്നദ്ധാവില്ല, LDF സന്നദ്ധാവില്ല കേട്ടോ. അത് നിങ്ങളുടെ എല്ലാം ഈ എന്താ പറയുക ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല. ഇപ്പം എന്താ പ്രധാനം? ഈ കേരളത്തിൻ്റെ ജീവൻ മരണ പ്രശ്നമാണ്. രണ്ട് കാര്യം ടീച്ചറെ അനുകൂലിക്കുന്ന, ടീച്ചറെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറയുന്ന കാര്യങ്ങളെ പോലും ടീച്ചർ ഭയക്കുന്നത് എന്തിനാണ്? ഞാൻ ഭയക്കുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാളോട് മാത്രമാണ് ഇഷ്ടമെന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഒരു ശീലമാണ്. അതല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരോട് എനിക്കും ഇഷ്ടമാണ്, അവരിങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വേറെ ആരും ഇഷ്ടപ്പെടുന്നവരില്ല എന്ന് കരുതുന്നതാണ് മൗഢ്യം. അങ്ങനെ ഞാനും കരുതിക്കൂടാ. ഞാനങ്ങനെ കരുതേണ്ട ഒരാളേ അല്ല. അതുകൊണ്ട് സാങ്കല്പികമായ ചോദ്യങ്ങളല്ല. ഈ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ നയങ്ങൾ ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണ്. ഇടതുപക്ഷം ക്ഷീണിച്ചാൽ ഈ കേരളം മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായിട്ട് മാറും. ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാകും. ഇവിടെ മതനിരപേക്ഷത ശക്തമായി നിൽക്കുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ബലത്തിലാണ്. കോൺഗ്രസിന് സംരക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ UPയെയും ബീഹാറിനെയും സംരക്ഷിക്കാൻ പറ്റണമായിരുന്നു. 4-3 ഭൂരിപക്ഷത്തിന് അവിടെ ഭരിച്ചവരാ, പറ്റിയിട്ടില്ല. പക്ഷേ ഇടതുപക്ഷം എപ്പോഴൊക്കെ എവിടെയൊക്കെ ശക്തമാണോ അവിടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്താതെ, മതവികാരത്തിന് അടിമപ്പെടാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചർച്ചയെ ടീച്ചറിന് അതിനുള്ള സാധ്യതകൾ വരുമ്പോൾ ടീച്ചർ അതിൽ നിന്ന് വളരെ വിദഗ്ധമായി വിഷയം മാറ്റിക്കൊണ്ടുപോവുകയാണ്. ഞാൻ നിങ്ങളെപ്പോലെ വ്യക്തിപരമായി സ്വപ്നം കാണുന്ന ഒരാളല്ല. ഇടതുപക്ഷത്തിൽ എന്നെ കൂടാതെ ഒരുപാട് ആളുകളുണ്ട്. അവരാരും വ്യക്തിപരമായിട്ട് ഇനി ഈ സ്ഥാനം കഴിഞ്ഞ് അടുത്ത സ്ഥാനം എന്ന് കാണുന്നയാളല്ല. കേട്ടില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ പാർലമെൻ്ററി പ്രവർത്തനവും പാർലമെൻറ്റേതര പ്രവർത്തനവും തുല്യ പ്രാധാന്യമുള്ളതാണ്. UDFകാരെ പോലെ 10 കൊല്ലം ഭരണത്തിൽ നിന്ന് മാറി നിന്നു ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊന്നും പാർട്ടിക്കില്ല. ഇടതുപക്ഷം ഭരണത്തിൽ വരണമെന്ന് പറയുന്നത് തന്നെ ഈ പരിഷ്കാരങ്ങൾ തുടർന്ന് നടപ്പിലാക്കാൻ, അല്ലാതെ ഏതെങ്കിലും ശൈലജ ടീച്ചർക്ക് ഭരണാധികാരം കിട്ടാനോ മറ്റൊരാൾക്ക് മന്ത്രിയാവാനോ ഒന്നുമല്ല. വ്യക്തിപരമായി ഞങ്ങളിതിനെ കാണുന്നേയില്ല. കേട്ടില്ലേ, ആര് ഈ സ്ഥാനത്ത് വന്നാലും നടപ്പിലാക്കുക LDFൻ്റെ പോളിസിയാണ്, X or Y. എന്നാൽ UDF അങ്ങനെയല്ല. ഞാനാകണം എന്നാണല്ലോ അതിലെ മത്സരം. ഇപ്പോൾ ഞങ്ങളെ പാർട്ടിക്കകത്ത് ആരെങ്കിലും അങ്ങനെ മത്സരിക്കുന്നത് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. LDFൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കണ്ടിട്ടുണ്ടോ? അപ്പുറത്ത് 5-6 പേരെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ ഞാനാണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയും പ്രസ്ഥാനവും അവിടെ 5 പേരുണ്ട്. ഇവിടെ ഇനി തുടർ ഭരണം കിട്ടിയാൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ ആരാണ്? 100 പേരുണ്ട്. അവിടെ 5 പേരേ ഉള്ളുവെങ്കിൽ ഇവിടെ 100 പേരുണ്ട്. പേരൊന്നും പറയണ്ട, ആരെ ഏൽപ്പിച്ചാലും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയല്ല പ്രശ്നം, പോളിസിയാണ്. ആ പോളിസി നടപ്പിലാക്കുന്നത് ഒറ്റക്കൊരാളല്ല, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് LDF ആണ്. ഞങ്ങളുടെ ചർച്ചയുടെയും തീരുമാനത്തിൻ്റെയും ഫലമായിട്ടാണ്. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുന്നവരാണ് പ്രവർത്തനങ്ങളുടെ. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട, 100 പേരുണ്ട് ഇവിടെ. ശരി ടീച്ചർ, ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോട്ടെ. ടേം വ്യവസ്ഥ ഇത്തവണ ഇളവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഈ ഇലക്ഷൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും തീരുമാനിക്കുക. ജയസാധ്യത മുഖ്യം വെക്കുമ്പോൾ അതിൽ ഇളവ് വേണ്ടി വരില്ല. ജയസാധ്യതയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് LDF ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭാവിയിൽ LDF എന്ത് ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനുമാണ്. അതിനാണ് ഈ ജാഥയൊക്കെ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ്റെ ചർച്ച ഒരു ബാലികേറാമലയൊന്നുമല്ല. നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഞങ്ങളെപ്പോഴും നേരത്തെ കാലത്തെ ഇങ്ങനെ സ്വപ്നം കണ്ട് ചർച്ച നടത്താറുണ്ടോ? ഇലക്ഷൻ്റെ തൊട്ടടുത്ത് ഇലക്ഷൻ്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ കൂടിയിരുന്ന്
ഇത്തവണ എന്താണ് തീരുമാനിക്കേണ്ടത്. അതിൽ ആ സമയത്താണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭയമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങൾ ചർച്ച ചെയ്യുക, ഒരു തീരുമാനത്തിലെത്തും, അത്രയേ ഉള്ളൂ. കെ ശൈലജ മത്സര രംഗത്തുണ്ടാകുമോ? ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. കേട്ടില്ല, ഞാൻ 4 തവണ MLA ആയിട്ടുള്ള ആളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു തവണ ആദ്യം MLA ആയിട്ട് 2ാമത്തെ തവണ മത്സരിച്ചിട്ടില്ല. കുത്തുപറമ്പ് മണ്ഡലത്തിൽ P. ജയരാജനാണ് മത്സരിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ പറ്റുക? അതുകൊണ്ട് അത്തരം ഒരു ഇപ്പം കെ ശൈലജ മാത്രമല്ല, ഇപ്പം ആരും എവിടെയും പാർട്ടിയും പറഞ്ഞിട്ടില്ല, വ്യക്തിയും പറഞ്ഞിട്ടില്ല ഇന്നയാൾ സ്ഥാനാർത്ഥിയാവുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിമാരുണ്ടാവും, കാര്യം ഉറപ്പാണല്ലോ. അതിൽ യാതൊരു ഭയവും മീഡിയക്ക് വേണ്ട. വളരെ ഉചിതമായ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന വ്യക്തികൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് വരും. അത് നിങ്ങൾ കണ്ടു. ആ തീരുമാനം ഞങ്ങൾ ഇപ്പോൾ എടുത്തിട്ടില്ല, ഞങ്ങൾ എടുക്കും. ടീച്ചർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ മട്ടന്നൂർ തന്നെ ആയിരിക്കുമോ മത്സരിക്കുക? അല്ല, ഒരു തീരുമാനം എടുക്കാത്ത സ്ഥിതിക്ക് ഒരു ക്ലോസിൻ്റെ അങ്ങനെയുള്ള യാതൊരു ആവശ്യമില്ലല്ലോ അല്ലേ? മത്സരിക്കുമോ എന്ന് തീരുമാനമായിട്ടില്ല. അപ്പോൾ മണ്ഡലം ഏതാണെന്ന് നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ടീച്ചറെ വിജയിപ്പിച്ച ആളുകളാണ് മട്ടന്നൂരിലുള്ളത്. അപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരോട് ടീച്ചർ ആൻസറബിൾ അല്ലേ? അപ്പോൾ അതെന്താണ് ടീച്ചറിന് മട്ടന്നൂരിൽ അധിഷ്ഠിതമായി കാണുന്നത് കൊണ്ടാണ്. എന്നെ ജനങ്ങൾ ജയിപ്പിച്ചത് LDF-ലായതുകൊണ്ടാണ്. UDF-ലെ സ്ഥാനാർത്ഥിക്ക് ആ ഭൂരിപക്ഷം കിട്ടില്ലല്ലോ. ഇനി ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥിയായാലും ഇതുപോലെ വോട്ട് ചെയ്യും. ആര് വോട്ട് ചെയ്യുന്നതിനാ? കുറച്ചൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരോ കാര്യമൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടാവാം, അത് കുറച്ചാണ്. ബാക്കി വോട്ട് മുഴുവൻ LDF-ന്റെ നയങ്ങൾക്കുള്ള വോട്ടാണ്. അവിടെ ആരായാലും ആ വോട്ട് കിട്ടുമല്ലോ. മട്ടന്നൂർ തന്നെ മത്സരിക്കണമെന്ന് ടീച്ചർക്ക് നിർബന്ധമില്ല. എനിക്ക് എവിടെയും മത്സരിക്കണം നിർബന്ധിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ പറയുന്നു എനിക്ക് മത്സരിക്കണമെന്ന്. പാർട്ടിയോ ഇടതുപക്ഷവും തീരുമാനിച്ചില്ല എനിക്ക് മത്സരിക്കാൻ പറ്റുമോ? എനിക്ക് മാത്രമല്ല, എവിടെയും ഒരാൾക്കും അങ്ങനെ നിശ്ചയിക്കാൻ ഈ LDF-ൽ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറ്റില്ല. മട്ടന്നൂരിൽ നിന്ന് മാറി മറ്റൊരിടത്ത് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും? ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. കാരണം ഇതെല്ലാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോഴാണ് എവിടെ ആര് മത്സരിക്കണം, ഏത് മണ്ഡലം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിന് എന്തിനാ ഉത്തരം പറയുന്നത്? പേരാവൂരിൽ ടീച്ചർ മത്സരിക്കാനുള്ള സാധ്യത വലിയ ചർച്ചയായി. ഞാനിത് പറഞ്ഞല്ലോ, ഇപ്പം സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല, മണ്ഡലം തീരുമാനിച്ചിട്ടില്ല. ഈ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കേരളത്തിലെ ഒരു പൗരൻ തീരുമാനിക്കാം വേണമെങ്കിൽ. കേട്ടില്ലേ? ഏത് മണ്ഡലത്തിലും മത്സരിക്കാമല്ലോ. ഒരു മണ്ഡലവും തീരുമാനിച്ചിട്ടില്ല, ആളെയും തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇതൊരു ഡി മത്സരമാണല്ലോ എല്ലാ മുന്നണികളെ സംബന്ധിച്ചും. അപ്പോൾ ആലോചനകളും കൂടിയാലോചനകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകണം. ടീച്ചറിന്റെ പുറത്തേക്ക് പറയുന്നില്ലെങ്കിലും ഞാൻ സത്യസന്ധമായി പറയുന്നതാണ്. UDF-ൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളാണെങ്കിൽ ഇതെന്താ തുടങ്ങാത്ത ഒരു ഉത്കണ്ഠയിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ഉത്കണ്ഠയില്ല, ഞങ്ങൾ ഒരിക്കലും നേരത്തെ തുടങ്ങാറില്ല. കേട്ടില്ലേ? എന്തുകൊണ്ടാണ് ഉത്കണ്ഠയില്ലാത്തത്? സ്ഥാനാർത്ഥി ഏത് വ്യക്തി എന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം, പിന്നെ മുന്നണി ചർച്ചയുണ്ട്, ഏത് മണ്ഡലം ആർക്ക്. അതിൻ്റെ അവസാന തീരുമാനം ഇപ്പോഴായിട്ടില്ല. കേട്ടില്ല? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ടല്ലോ. പേരാവൂരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ടീച്ചർ മത്സരിക്കോ? അതിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ലേ അതെന്തൊരു ചോദ്യം? വ്യക്തിപരമായ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. വ്യക്തിപരമായ ഇഷ്ടം ഇവിടെ ഘടകമല്ല. കേട്ടില്ലേ? എനിക്ക് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഇവിടെ ഘടകമല്ല. അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ലല്ലോ CPM-ൽ. പക്ഷെ നോക്കൂ, ടീച്ചറിനെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു തവണ വലിയ അത്ഭുതത്തോടെ പിന്തുണച്ചിട്ടുണ്ട്, ഒരു തവണ ടീച്ചറിന് അവിടെ തോൽവി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ 2 മണ്ഡലമായിരുന്നു. പേര് പേരാവൂരാണ്. ആദ്യത്തെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം, പിന്നെ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ പേരാവൂരിലെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ മട്ടന്നൂർ മണ്ഡലത്തിൽ ചേർന്നു. ഡീലിമിറ്റേഷനിൽ UDF-ന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ പേരാവൂർ മണ്ഡലത്തിൽ ചേർന്നു. അപ്പോൾ UDF-ന് കുറെ കൂടി സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് അത് മാറി. UDF ജയിക്കും എന്നുള്ളതല്ല. ആദ്യത്തെ മണ്ഡലവും UDF-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ UDF-ന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലം ഞാനല്ല, അവിടെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മത്സരിച്ചിട്ട് കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാണ് തോറ്റത്. എന്നെക്കാളും കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം കുറക്കാൻ സക്കീർ ഹുസൈന് സാധിച്ചു. അതുകൊണ്ട് വ്യക്തി അധിഷ്ഠിതമല്ല. കേട്ടില്ലേ? ഇത്തവണ LDF-ന്റെ ഉചിതമായൊരു സ്ഥാനാർത്ഥി പേരാവൂരുണ്ടാകും. പേരാവൂർ മണ്ഡലത്തിലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഇടതുപക്ഷത്തിന്. അത് ആരെന്നുള്ളതൊന്നും ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു. ടീച്ചറാണ് നിയോഗിക്കപ്പെടുന്നതെങ്കിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. ഞാനെന്നുള്ളതല്ല, അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ LDF-ന് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. LDF-ന് സ്ഥാനാർത്ഥി ഉണ്ടാവും. ശൈലജയോ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിക്കണമെന്ന് അങ്ങനെ ഉപയോഗിച്ച് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല.
കാരണം LDFിൻ്റെ ആശയഗതികൾ എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് കേട്ടില്ലേ. ഞങ്ങളിതാണ് നടപ്പിലാക്കുക വന്നാൽ. LDF ജയിച്ചപ്പോഴാണ് പേരാവൂർ മണ്ഡലത്തിൽ ഏറ്റവും നല്ല വികസനം ഉണ്ടായത്. അതിപ്പോഴും ജനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും LDFിനെ ജയിപ്പിച്ചാൽ പിന്നെ ഈ 10 വർഷക്കാലമാണ് പേരാവൂർ മണ്ഡലത്തിൽ മലയോര ഹൈവേയൊക്കെ വന്നത്. അത് LDFിൻ്റെ നേട്ടമല്ലേ. ആ നേട്ടമെല്ലാം മുൻനിർത്തി ഞങ്ങൾ പറയുന്നു ഇതാ ഇന്നയാളാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. പേരാവൂരിലെ ജനങ്ങൾ ജയിപ്പിക്കും. കാരണം അവർക്ക് ഇനിയും കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. LDFിൻ്റെ ഗവൺമെൻറ് തുടർച്ചയായിട്ട് വന്നാൽ ആ നിയോജക മണ്ഡലത്തിൽ ഇനിയും കുറേ കാര്യം ടൂറിസം ഡെവലപ്മെൻ്റ് ഒക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ചെയ്യും. അതിനെ KK ശൈലജയെന്നോ വേറെ ആളെന്നോ എന്നുള്ള വ്യത്യാസം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അത് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. LDFിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. പേരാവൂർ ഞങ്ങൾ ജയിക്കും. ടീച്ചറിന് വ്യക്തിപരമായി മട്ടന്നൂരിലാണ് ഇനിയും ഒരു അവസരം കിട്ടിയാൽ മത്സരിക്കാൻ ഇഷ്ടം. ഞാനങ്ങനെ പറഞ്ഞു. അല്ല, അങ്ങനെ വിചാരിക്കാം. ഞാനങ്ങനെ പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്. കാരണം എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ നിങ്ങളാരാ? എന്നെക്കുറിച്ച് എന്തും വിചാരിക്കാമെന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി. അപ്പോൾ ഈ 140 മണ്ഡലങ്ങളിൽ എവിടെയാണെങ്കിലും ടീച്ചർ CPM-ന് വേണ്ടി മത്സരിക്കാൻ തയ്യാറാണ്. 140 മണ്ഡലങ്ങളിൽ എവിടെയും എന്നെ തീരുമാനിച്ചിട്ടില്ല പാർട്ടി. ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാത്ത ഒരു കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ? ഞാൻ CPM ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? എൻ്റെ ഇഷ്ടത്തിന് ഞാനിവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല CPIM. ചുരുക്കി പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല. കേട്ടില്ലേ? പിന്നെ സങ്കല്പത്തിൽ നാളെ തീരുമാനിക്കുമോ, ടീച്ചർ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ആളല്ല. കേട്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാലേ തീരുമാനം ഉണ്ടാവൂ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നതൊന്നും അല്ല തീരുമാനമായിട്ട് വരിക. ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് തീരുമാനിക്കുന്നതാണ് തീരുമാനം. ഞങ്ങളിരുന്ന് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് മാത്രമല്ല ഒരാളെക്കുറിച്ചും ഇന്ന മണ്ഡലത്തിൽ ഇയാൾ മത്സരിച്ചാൽ ജയിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. ഈ തുടർ ഭരണത്തിൽ അന്നത്തെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം ടീച്ചർ മന്ത്രിസ്ഥാനത്തേക്ക് വരാത്തതിൽ വലിയ നിരാശ തോന്നിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ടീച്ചറിന് മറ്റുള്ളവർ ഇങ്ങനെ ടീച്ചർ ഇല്ലാത്തതിൽ നിരാശ പ്രകടിപ്പിക്കുമ്പോൾ അവരോട് എന്താണ് തോന്നിയിട്ടുള്ളത്? അങ്ങനെ നിരാശ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നിരാശയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചപ്പോൾ നിരാശയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് നിരാശയില്ലെന്ന് മാത്രമല്ല, ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ. ഇടതുപക്ഷത്തിൻ്റെ തുടർ ഭരണമാണ് കിട്ടിയത്. പിന്നെ ഞാനിതിന് നിരാശപ്പെടണം? എനിക്ക് നിരാശ ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ, കുറേ നല്ല കാര്യങ്ങൾ LDFിൻ്റെ പോളിസി അനുസരിച്ച് ചെയ്യാൻ ശ്രമിച്ചു, ചെയ്തു. തുടർ ഭരണം UDFിൻ്റെതായിരുന്നെങ്കിൽ എനിക്ക് കടുത്ത നിരാശയുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം ചവിട്ടിപ്പൊളിച്ചിട്ട് അവർ പോകും. എന്നാൽ തുടർ ഭരണം LDFിൻ്റെതായതുകൊണ്ട് തന്നെ അന്ന് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ മുൻകൈയെടുത്ത് ചെയ്ത കാര്യങ്ങളും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ട് ചെയ്ത കാര്യങ്ങളും തുടരുകയാണ്. പിന്നെ ഞാനെന്തിന് നിരാശപ്പെടണം? ഇതാർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. എനിക്കൊരു ഉത്തമ വിശ്വാസമുണ്ട്. LDFും ഗവൺമെൻറ്റും എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറെക്കുറെ നന്നായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. വളരെ പ്രതികൂല സാഹചര്യത്തിൽ പോലും ആരോഗ്യവകുപ്പിനെ സുസജ്ജമായി നിർത്താൻ സാധിച്ചു. അത് തുടർന്ന് പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് മാത്രമേ ഇത് തുടരൂ എന്നുള്ളതല്ലല്ലോ. ഒരിക്കലും നിരാശ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ പോലും ചർച്ചയായിരുന്നു. പക്ഷേ ഈ 5 വർഷം പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത്, വിമർശനം നേരിടുന്നത് ആരോഗ്യവകുപ്പാണ്. അപ്പോൾ ആ തുടർച്ച നിലനിർത്താനാകാതെ പോയി എന്ന വിമർശനങ്ങളെ ടീച്ചർ എങ്ങനെ കാണുന്നു? ആ വിമർശനങ്ങൾ ഒട്ടും ശരിയല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശിശുമരണ നിരക്ക് 2016 12 ആയിരുന്നു 1000 പ്രസവത്തിന്. അത് 2020 ആകുമ്പോഴേക്കും 5 കുറഞ്ഞു. 2020 ശേഷമുള്ള വർഷങ്ങൾ കോവിഡ് മഹാമാരിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായ വർഷമാണ്. 5 വർഷം അത് വീണ്ടും കൂടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? വളരെ നന്നായിട്ട് ആരോഗ്യവകുപ്പിന് അത് ക്രമീകരിക്കാൻ സാധിച്ചു. മനസ്സിലാക്കൂ. അതുപോലെ മാതൃമരണ നിരക്ക് കൂടിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ 10 വർഷത്തിനുള്ളിൽ അത് കുറച്ചു. എത്ര കുറച്ചു? 67 1,00,000 പ്രസവത്തിന് മാതൃമരണ നിരക്ക് 19 കുറച്ചു. അത് അങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതല്ലേ. 2016 33% ആളുകളാണ് പബ്ലിക് ഹെൽത്തിൽ വന്നിരുന്നത്, ആശ്രയിച്ചിരുന്നത്.
ഇപ്പോൾ 52% ആളുകളാണ്. ഇത്രയും വലിയ ആളുകൾ വന്നതൊരു ബേഡനാണല്ലോ വരുമ്പം. അങ്ങനെ വന്നിട്ടും ഇതെല്ലാം ക്രമീകരിക്കാൻ സാധിച്ചു. ആരോഗ്യവകുപ്പ് പരാജയമാണോ? പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങളാണ്. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച് ഗൈഡ് വയർ കുടുങ്ങിയ സംഭവമായാലും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവമായാലും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വേണുവിൻ്റെ സംഭവമായാലും ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു വസ്തുതയുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിൻ്റെ ഗുണഭോക്താക്കൾക്ക് പോലും പണം ചികിത്സയ്ക്ക് വേണ്ടി നൽകേണ്ടി വരുന്ന സാഹചര്യം, അത് ആരോഗ്യമന്ത്രിക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര ബാലിശമായ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഈ മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ധാരണയുണ്ട്. ഈവൺ USA പോലും 33% വരെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് കുറ്റകരമല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ വന്നുവിടും. ചില നെഗ്ലിജൻസ് ചിലപ്പോൾ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കുക, വളരെ സൂക്ഷ്മതയോടുകൂടി ഇരിക്കുക. എങ്കിലും ഇത്രയേറെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നെഗ്ലിജൻസ് എത്രയുണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10,000 ആളുകൾ കൈമുറിഞ്ഞും കാലുമുറിഞ്ഞും ക്യാൻസറായും മറ്റ് നിരവധി പ്രശ്നങ്ങളായും വന്നു ചേർന്ന് അവരുടെ ഓപ്പറേഷനുകളും അവയവം മാറ്റിവെക്കലും ചികിത്സയും എല്ലാം നടക്കുന്ന 10,000 ആളുകൾക്ക് ശുശ്രൂഷ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നെഗ്ലിജൻസ് ഒട്ടും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എത്ര ശതമാനം ഉണ്ടായത്? അത് വെച്ചിട്ട് ഈ ആരോഗ്യവകുപ്പിലെ സേവനത്യാഗം നിങ്ങൾ കുറ്റം പറയാണോ? വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ നടക്കുമോ? ഇവിടെ മാധ്യമങ്ങൾക്ക് എന്തും വിളിച്ച് പറയാമെന്നുള്ളത് കൊണ്ട് ചില കേസുകൾ കാണിച്ച് ഞങ്ങൾ ആ കേസുകളൊന്നും ന്യായീകരിക്കാൻ പോയിട്ടില്ലല്ലോ, ഇല്ലേ? അങ്ങനെ ഒന്ന് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാവാത്ത വിധം പരിഹരിക്കാം. പക്ഷെ ഒറ്റ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളാകെ പരാജയമാണെന്ന് പറയുന്നത് ശരിയാണോ? ഒറ്റ സംഭവങ്ങളല്ല, ഞാൻ തന്നെ എത്ര സംഭവങ്ങൾ 10 1000 ഇല്ലല്ലോ. ഈ പറയുന്ന 10 ചെറുതാണെന്നല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. ആ ഓരോ കാര്യത്തിലും അന്വേഷണം നടത്തി എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്താൻ മന്ത്രി ഉത്തരവിടുമ്പോൾ അപ്പോൾ മന്ത്രിയെ പരിഹസിക്കുക, റിപ്പോർട്ട് തേടുന്ന മന്ത്രി എന്നും പറഞ്ഞിട്ട്. പിന്നെ പ്രശ്നം ഉണ്ടായ റിപ്പോർട്ട് തേടിയാലല്ലേ ഉണ്ടായത്, പിന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ രീതിയിൽ വേട്ടയാടപ്പെടുന്ന മന്ത്രിയാണോ? അത് ഒരു മന്ത്രിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ വേട്ടയാടുകയാണ്. ആ വേട്ടയാടലൊന്നും ഫലിക്കില്ല. ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ ഇവിടെയുണ്ട്. 10,000 ലക്ഷങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പിനെ ഏതെങ്കിലും ഒരു പ്രശ്നം എടുത്തു കാട്ടിയിട്ട് ഈ വകുപ്പ് പരാജയമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ടീച്ചർ ഇപ്പോൾ പറഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട് എന്ന്. പക്ഷേ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ ഏറ്റവും പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും ജനപ്രിയമായ കാര്യമായിരുന്നു, പദ്ധതിയായിരുന്നു ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ പദ്ധതി. പക്ഷേ അതൊക്കെ ആ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും പ്രചരണം നടത്തില്ലല്ലോ മാധ്യമങ്ങൾ. ന്യൂസ് 18 ആയാലും മനോരമയായാലും മാതൃഭൂമി ആയാലും ഇല്ലേ, ഏഷ്യാനെറ്റ് ആയാലും LDF ഇത്ര ഒരു സംസ്ഥാനവും ചെയ്യാത്ത എന്തെല്ലാം കാര്യം ഇവിടെ ചെയ്തു. നിങ്ങൾ ഒരു 9 മണി ചർച്ച അതിന് പോസിറ്റീവായി സംഘടിപ്പിച്ചോ? അത് നാട്ടിലെത്തിക്കാൻ നോക്കൂ, LDF മാതൃകയാണ്. LDF മറ്റെവിടെ ഇല്ലാത്ത വിധം ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള CPM-ന് മാധ്യമങ്ങൾ വേണോ? ഇല്ല, ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം എന്ന് പറയുമ്പോൾ പുതിയനാകെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വന്നിട്ട് ചർച്ച കേൾക്കുന്നവരല്ലല്ലോ, ബഹുജനങ്ങളിലല്ലേ എത്തിക്കേണ്ടത്. CPM ഇടതുപക്ഷ LDF വൃത്തങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ബഹുജനം എന്ന് പറഞ്ഞാൽ അതല്ലാത്തവരും വെളിയിലുണ്ടല്ലോ, അവരെ അടക്കം ബോധ്യപ്പെടുത്തണ്ടേ ചെയ്യുന്ന കാര്യങ്ങൾ. എത്ര നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് LDF ചെയ്യുന്നത്. നിങ്ങൾ ആ ഏതെങ്കിലും ഒരു വിഷയം ചർച്ചക്കെടുത്തോ? ഇല്ലല്ലോ. നിങ്ങൾ എന്താണ് കുറ്റപ്പെടുത്താൻ ഒരു പോയിന്റ് കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗ്ലിജൻസ് ഉണ്ടാകുമ്പോൾ നെഗ്ലിജൻസിനെ അംഗീകരിക്കുന്നൊന്നുമില്ല, അതല്ലേ നിങ്ങൾ ചർച്ചക്കെടുക്കുക. അപ്പോൾ നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്നൊക്കെ പറഞ്ഞതുപോലെ വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങളതിന് UDF-ൻ്റെ നുണപ്രചരണമൊക്കെയാണ് ചിലപ്പോൾ എത്തിച്ചേരുന്നത്. ജനങ്ങൾ വഞ്ചിതരാവരുത്. ഞങ്ങളും അതിന് ശ്രമിക്കുകയാണ് ജനങ്ങളെ നേരിട്ട് കാണാൻ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ചകളിലൊന്നാണ് മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് വാങ്ങി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ഒരു MLA. അയാൾ കൺസെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതമാർ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ വിഷയം, സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ
അതിജീവിതമാർ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറണ്ടേ? എത്ര ലളിതവൽക്കരിക്കുകയാണ് ആ പ്രശ്നത്തെ. ചില സ്ത്രീകൾ തന്നെ പറയുകയാണ് ഉഭയസമ്മതത്തോടു കൂടി നടത്തിയ ലൈംഗിക ബന്ധമല്ലേ അത് എന്ന്. ഒരു പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഉഭയസമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധം നടത്തുന്നതിലൊന്നും തെറ്റില്ല നിയമപരമായിട്ട്. പക്ഷെ ഇവിടെ വിഷയം അതാണോ? ഇവിടെ വിഷയം എന്താ? വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുക, പ്രണയത്തിലാവുക, പ്രണയത്തിലായ സ്ത്രീയോട് നിന്നിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുക, വിവാഹം കഴിക്കുമെന്ന് കരുതി. ചിലർ പറയുന്നല്ലോ അവൾക്ക് നേരത്തെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അത് വിഷയമല്ലല്ലോ. കാരണം അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതിയൊരാളുമായിട്ട് പ്രണയത്തിലാവുന്നു. ആ പ്രണയത്തിലായ ആൾ തന്നെ കല്യാണം കഴിക്കുമെന്നാണ് ആ സ്ത്രീ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരുമിച്ച് വരുന്നു, അവർ ബന്ധപ്പെടുന്നു, ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രണയിച്ച ആൾ ഇത്ര ഭീകരനാകുന്നത്? എന്ത് വിചാരിച്ചിട്ടാണ് പ്രണയിച്ചത്? എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ ബന്ധപ്പെട്ട് പോകാമെന്നൊരു സോഷ്യൽ സർവീസിലുള്ള ഒരാൾ, ഒരു സാമൂഹ്യ സേവകൻ കരുതാമോ? അതാണോ ഈ നാടിൻ്റെ അന്തസ്സ്? അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രണയിക്കാം, ബന്ധപ്പെടാം, ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഇനി സ്ത്രീക്ക് പരാതിയില്ലെങ്കിൽ 100 പേരുമായിട്ടും ബന്ധപ്പെടട്ടെ, അതും പ്രശ്നമല്ല. ഇവിടെ പ്രശ്നം എന്താ? ഈ വഞ്ചിക്കപ്പെട്ട പെൺകുട്ടി പറയുന്നു എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കണം, കാരണം എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ എന്ത് പുളിച്ച തെറിയാണ് ആ പെൺകുട്ടിക്കെതിരെ പറഞ്ഞത്. കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാണോ ചെറുപ്പക്കാരുടെ അന്തസ്സ്? എന്നിട്ട് പറയുക മാത്രമല്ല, തികച്ചും മോശമായ രീതിയിൽ അബോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ശരീരമാകെ തളർന്ന് മരിക്കാറാവുക. എന്നിട്ട് ആ പെൺകുട്ടി ഇവനോട് കെഞ്ചുക, ഇന്നെ ഉപദ്രവിക്കരുതെന്ന്. കേട്ടില്ലേ? എന്നിട്ട് ഇപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. MLA വന്ന് ന്യായീകരിക്കുന്നുണ്ട് ചാനൽ ചർച്ചയിൽ. അത് ചില മാധ്യമങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ചില ആളുകൾ അയാളെ വെളുപ്പിക്കാൻ വേണ്ടി ഇരുത്തി ഇൻ്റർവ്യൂ നടത്തുകയാണ്. അമ്മയുടെ മകനല്ലേ, അമ്മയോടൊക്കെ നമുക്ക് സഹതാപമുണ്ട്. ഇത്തരം മക്കളുണ്ടായാൽ അമ്മമാർ കഷ്ടപ്പെടില്ലേ? മക്കൾ ചീത്തയായി പോയാൽ അതിൻ്റെ വിഷമം ആരാ അനുഭവിക്കുക? അമ്മമാർ തന്നെയാണ്. എന്ന് വെച്ച് മക്കൾ ചെയ്ത ചീത്തയല്ല എന്ന് പറയാൻ സമൂഹത്തിന് പറ്റുമോ? ഈ അമ്മയുള്ളത് കൊണ്ട് ഇവൻ ചെയ്തത് അല്ലെങ്കിൽ ഇവൾ ചെയ്തത് ചീത്തയാവുന്നില്ല, അവനൊരു അമ്മയുണ്ടല്ലോ, അവൾക്കൊരു അമ്മയുണ്ടല്ലോ. ഈ പെൺകുട്ടിക്ക് അമ്മയില്ലേ? അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിക്ക് അമ്മയില്ലേ? ഈ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ അമ്മമാരുടെ ദുഃഖം? അതുകൊണ്ട് ചെയ്തത് തെറ്റാണ്. ആ പെൺകുട്ടികൾ ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അവർ ആത്മഹത്യയുടെ വക്കിലാണ്. പിന്നാലെ ചെന്നിട്ട് ദ്രോഹിച്ച് ഭീഷണിപ്പെടുത്തി കൊന്നുകളിയെന്ന് പറഞ്ഞ് അവരുടെ വ്യക്തിഹത്യ നടത്തി. ആദ്യം വിചാരിച്ച ഒരാളാണെന്ന്. അപ്പോൾ ഒരാൾ പരാതി പറഞ്ഞപ്പോൾ പിന്നെയും പറയുന്നു ആളുകൾ പരാതി, ഇയാൾക്ക് ഇത് തന്നെയായിരുന്നു തൊഴിൽ. അപ്പോൾ എത്ര മോശമായിട്ടാണ് ഈ സമൂഹത്തിൽ പെരുമാറിയത്. എന്നിട്ട് ആ പെൺകുട്ടികളെ അവഹേളിക്കാൻ പോവുകയാണ്. ടീച്ചറെ, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഈ വികസന മുന്നേറ്റ യാത്രയ്ക്കൊപ്പം സ്ത്രീ സംരക്ഷണ യാത്ര അല്ലെങ്കിൽ ആ രീതിയിലൊരു യാത്ര കൂടി നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലേ നമ്മുടെ നാട്ടിൽ? ഇത് തന്നെ ഒരു സ്ത്രീ സംരക്ഷണ യാത്ര കൂടിയാണ്. ഇതിനകത്ത് സ്ത്രീകളുടെ സംരക്ഷണവും കുട്ടികളുടെ സംരക്ഷണവും മുതിർന്നവരുടെ സംരക്ഷണവും, ഇപ്പോഴത്തെ ബഡ്ജറ്റ് തന്നെ ഓൾഡ് ഏജ് ഫ്രണ്ട്ലി ആയിരുന്നല്ലോ, അതുപോലെ സ്ത്രീപക്ഷ ബഡ്ജറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ യാത്രയിലൂടെ ഞങ്ങൾ മുഴുവൻ സ്ത്രീകളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കാനും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും ബോധ്യപ്പെടുത്തുകയാണ്. ടീച്ചറെ, 2023 നമ്മൾ സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കിയത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ 33% സംവരണം പ്രതീക്ഷിക്കാമോ CPM-ൻ്റെ ഭാഗത്തു നിന്ന്? എനിക്ക് 33% എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും മെച്ചപ്പെട്ട ഒരവസ്ഥ LDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല ടീച്ചറെ, CPM ഉൾപ്പെടെ അത് ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ CPM-ന് ഒരു മാതൃക സൃഷ്ടിക്കാമല്ലോ. അതെ, ഇതിൽ LDF-ൽ പാർട്ടികളെല്ലാം കൂടി ഡിസ്കഷൻ നടത്തുക ചെയ്യുക. അപ്പോൾ സംവരണം ഉണ്ടായാൽ നിർബന്ധമായിട്ട് ആ സീറ്റിൽ സ്ത്രീക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നു ഓരോ മണ്ഡലത്തിലും. ഇവിടെയല്ലല്ലോ, കേന്ദ്രീകരിച്ചല്ലല്ലോ ചർച്ചകൾ നടത്തുക, അതത് ജില്ലകളിലും അതത് മണ്ഡലങ്ങളിലുമാണ്. അപ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം എന്തായാലും കൊടുക്കും, കൂടുതൽ സ്ത്രീകളെ മത്സരരംഗത്ത് കൊണ്ടുവരണമെന്ന്. അതിൻ്റെ ആഫ്റ്റർ എന്താണ് അതിൻ്റെ തീരുമാനമായിട്ട് വരുന്നതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ ആഗ്രഹിക്കുന്നില്ലേ 33% സംവരണം വേണം? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. വലിയ സമ്മർദ്ദം പുറത്ത് ഈ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനമൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നേരിട്ട് നേതാക്കന്മാരെ കാണുന്നുണ്ട്, ആ റിക്വസ്റ്റ് നടത്തുന്നുണ്ട്, സമ്മേളനങ്ങൾ ചേരുന്നുണ്ട്. അപ്പോൾ അതൊരു തീരുമാനമായി CPM പോലെ ഒരു പ്രസ്ഥാനം പോലും നടത്തുന്നില്ല എന്ന് വന്നാൽ നമുക്ക് നോക്കാം എത്രമാത്രം എന്നുള്ളത് നോക്കാം. പിന്നെ ഞങ്ങൾക്ക് പാർട്ടികളോട് ആവശ്യപ്പെടാൻ കഴിയുന്നത് എന്താ?
എല്ലാ പാർട്ടികളും കഴിയാവുന്നത്ര സ്ത്രീകളെ നിർത്തണം. CPM പറയണമെങ്കിൽ CPM ആദ്യം അത് നടത്തണമല്ലോ. CPM പരിശ്രമിക്കും കൂടുതൽ നിർത്താൻ. 33% ഇപ്പം പറയാൻ എന്തുകൊണ്ടാണ് പറ്റില്ല. ടീച്ചറെ ശക്തമായി 33% സംവരണം ഇത്തവണ നടപ്പാക്കണമെന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായ ടീച്ചറിന് പോലും പറയാൻ പറ്റാത്തത്? അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് ഇത് കേവലമായിട്ടൊരു ആവേശത്തിന് പറയേണ്ട കാര്യമല്ല. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്നാണ്. ആണല്ലോ. ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ എല്ലാ നിയോജക മണ്ഡലത്തിലും സ്ത്രീകൾ മോശമൊന്നുമല്ല. പക്ഷേ നിലവിലിരിക്കുന്ന ചില MLA-മാർ ചില മണ്ഡലത്തിൽ അവർ പുരുഷന്മാരാണ് UDFന്റെ മത്സരിക്കുന്നത്. അവിടെ സ്ത്രീ നിന്നാൽ ജയിക്കില്ല എന്നല്ല, അവിടെ നേരത്തെ മത്സരിച്ച MLA തന്നെ അവിടെയാണ് ജയിക്കാൻ സാധ്യതയെങ്കിൽ ചിലപ്പോൾ ആ MLA നിർത്തിയെന്ന് വരും. വ്യക്തിപരമായി ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് സ്ത്രീകൾ കൂടുതൽ ഈ രംഗത്തേക്ക് തീരുമാനമെടുക്കുന്ന വേദികളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിയിലോ തെരഞ്ഞെടുപ്പുകളിലോ അത് സാധ്യമാകും. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം LDFന്റെ കൂടി ചിന്തയാണ്. ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ കൂടുതൽ വരണമെന്ന് തന്നെയാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ചിലപ്പോൾ ചിലയിടത്ത് തീരുമാനിക്കുമ്പോൾ അത്രത്തോളം വരാൻ കഴിയാറില്ല. അപ്പോൾ ഇത്തവണ ഭേദപ്പെട്ട നില പ്രതീക്ഷിക്കാം. എല്ലാ തവണയും ഭേദപ്പെട്ട നിലയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ടീച്ചർ, താങ്ക് യു വെരി മച്ച്.